വെർച്വൽ അറസ്റ്റും ഭീഷണിയും, എടുക്കാത്ത ലോട്ടറിക്ക് സമ്മാനം, സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച തുക ഇരട്ടിപ്പിക്കാം. പുതിയ കാലത്തെ തട്ടിപ്പിന്റെ പുത്തൻ പതിപ്പുകൾ ഇങ്ങനെ നീളുന്നു. തട്ടിപ്പുകാരെ ഇനി ഇതു നടക്കില്ല. സൈബർ ഇടത്തെ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ നൂതന സംവിധാനവുമായി ഇന്ത്യൻ ടെലികോം വകുപ്പ് വികസിപ്പിച്ച ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ നടപ്പിലാക്കാൻ ബാങ്കുകൾക്ക് RBI നിർദ്ദേശം നൽകി. തട്ടിപ്പുകാരുടെ ഫോൺ, അക്കൗണ്ട് നമ്പർ വിവരങ്ങൾ ബാങ്കുകൾക്ക് കൈമാറി പണമിടപാട് തത്സമയം തടയുന്ന ഒരു ക്രമീകരണമാണിത്. സൈബർ തട്ടിപ്പുകൾക്ക് തടയിടാൻ ഇസ്രയേൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണ്. കേരള പോലീസിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് രാജ്യത്ത് ഈ സംവിധാനം നടപ്പിൽ വരുത്തിയത്. മുൻ DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന്റേതാണ് ഈ ആശയം. ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനോടകം ഈ സൗകര്യം ഉപയോഗിച്ചു തുടങ്ങി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് പ്രവർത്തനം. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുകൾ നൽകുക, ഉയർന്ന അപകട സാധ്യതയുള്ളതായി കണക്കാക്കിയ ഇടപാടുകൾ വൈകിപ്പിക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് ബാങ്കുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും FRI ഉപയോഗിക്കാം. ഓരോ അക്കൗണ്ടുകൾക്കും സ്കോർ നൽകിയിട്ടുണ്ടാകും. വർഷങ്ങളായി ഉപയോഗിക്കുന്നതും കൃത്യമായ ഇടപാടുകൾ നടക്കുന്നതുമായ അക്കൗണ്ടുകൾക്ക് നല്ല സ്കോർ ഉണ്ടാകും. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾക്ക് സ്കോർ കുറവായിരിക്കും. അതായത് ഒരു ഹൈ റിസ്ക് വിഭാഗത്തിലുള്ള നമ്പറിലേക്ക് പണം അയച്ചാൽ ഇടപാട് തനിയെ റദ്ദാകും. മീഡിയം റിസ്ക് ആണെങ്കിൽ അയക്കുന്ന വ്യക്തിക്ക് മുന്നറിയിപ്പ് ലഭിക്കും. HDFC ബാങ്ക്, ICICI ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ഫോൺ പേ, Paytm തുടങ്ങി നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ FRI നേരത്തെ സ്വീകരിച്ചതോടെ ഇതിന്റെ ഫലപ്രാപ്തി ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ.